ഇന്ന് അവതരിപ്പിച്ച കേരള സ്റ്റേറ്റ് ബഡ്ജറ്റ് 2025 വന്ന നിർദ്ദേശങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രധാന ചേഞ്ചസ് ഇതാണ്. ഒന്ന്, കോടതി കേസുകളിൽ ഇനി കേസ് ഫയലിങ്ങിനുള്ള ഫീസ് വർദ്ധിപ്പിച്ചു. ഭൂമി ഏറ്റെടുക്കൽ കേസുകളിൽ ലഭിക്കുന്ന നഷ്ടപരിഹാരത്തിന് ഫീസ് കൂട്ടി. സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടുകാർ ക്വാർട്ടർലി ഫീസ് വർദ്ധിപ്പിച്ചു. 15 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള വാഹനങ്ങളുടെ റോഡ് ടാക്സ് 50% വർദ്ധിപ്പിച്ചു. ഇലക്ട്രോണിക് വെഹിക്കിൾസിന്റെ വൺ ടൈം ടാക്സ് നിലവിൽ വാഹനത്തിന്റെ വിലയുടെ 5%, അതിൽ വ്യത്യാസം വന്നു. 15 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 8% അതുപോലെ 20 ലക്ഷത്തിൽ കൂടുതൽ ഉള്ള വെഹിക്കിൾ EVയുടെ വെഹിക്കിൾസ് ആണെങ്കിൽ അതിൽ വരുന്ന ടാക്സ് വൺ ടൈം ടാക്സ് എന്ന് പറഞ്ഞാൽ 10% ആയിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നീതി കുടിശ്ശികയ്ക്കായി ജനറൽ ആംനസ്റ്റി സ്കീം 2025 എന്ന പേരിൽ പുതിയ സ്കീം കൊണ്ടുവന്നു. ഫ്ലെക്സസ് ആംനസ്റ്റി 2025 വന്നിരിക്കുന്നത് 2019 മുതൽ 2021 ജൂലൈ വരെ ഉള്ള കാലയളവിൽ 1% ഫ്ലെക്സസ് ഉണ്ടായിരുന്നല്ലോ. അത് അടയ്ക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ പിഴയും പലിശയും ഉണ്ടാവില്ല. ഇത് അടച്ചാൽ സെറ്റിൽമെന്റ് ആവും. അടുത്ത ഡിസ്റ്റിലറി അരിയർ സെറ്റിൽമെന്റ് സ്കീം 2025 അത് 2022 ജൂൺ മുതൽ 2022 ഡിസംബർ വരെയുള്ള വിറ്റ് നികുതിക്ക്, അതായത് ഇവർക്കാണ് ഡിസ്റ്റിലറികൾക്കാണ്, അവർക്കും അടയ്ക്കുകയാണെങ്കിൽ പലിശയും അതുപോലെ തന്നെ പിഴയും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫോമുകളുടെ എല്ലാ ഫയലിംഗ് ഫീസുകളും വർദ്ധിപ്പിച്ചു. പിന്നീട് പ്രധാനപ്പെട്ട വരുന്നത് ഭൂനികുതി വർദ്ധിപ്പിച്ചാണ്. ലാൻഡ് ടാക്സ് പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ ഏരിയയിൽ എല്ലായിടത്തും 50% വർദ്ധിപ്പിക്കുക. പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ 2.5 സെന്റിന് 5 രൂപ എന്നുള്ളത് 2.5 സെന്റിന് ഇപ്പോൾ 7 രൂപയാവും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഇപ്പോൾ 15 രൂപയായിരുന്നു, അത് 22 രൂപയാവും. ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയയിലാണ് 2.5 സെന്റിന് 30 രൂപയായിരുന്നു നിലവിലുണ്ടായിരുന്നത്, അത് 45 രൂപയെ ഉയർത്തി. ഇത്തരം ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ബാക്കി പല നിർദ്ദേശങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ആൾക്കാരെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. നന്ദി.